ഹലോ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ഫാമിലി. അപ്പോൾ ഇനി ഇങ്ങനെ പറയാമെന്ന് വിചാരിച്ചിട്ടാ. അപ്പോൾ ഞാൻ ഈ നേരം വിളിച്ചാകുമ്പോൾ 5 മണിക്ക് ഞാൻ നീച്ചിട്ടുണ്ട് കച്ചവടത്തിന് പോകണം പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ നീച്ച് അടുക്കളയിൽ ചായക്ക് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ, കണ്ടില്ലേ. അപ്പോൾ നോക്കിയപ്പോൾ ഉണ്ട് മാവൊക്കെ നിറഞ്ഞൊഴുകി ഗ്യാസ് അടുപ്പ് കൂടെ ഒക്കെ ഒലിച്ചിറങ്ങിയിട്ടുണ്ട് കേട്ടോ, കണ്ടില്ലേ. നല്ല എട്ടിൻ്റെ പണിക്ക് കിട്ടിയിട്ട് നേരം വെളിച്ചാകുമ്പോൾ കണ്ടപ്പോൾ എനിക്ക് ദേഷ്യം വന്നു. എന്തപ്പോൾ ചെയ്യുക? അല്ലെങ്കിൽ ഞാൻ ചായയുടെ വെള്ളം വെച്ചിട്ട് ഞാൻ സോഫയിൽ ഒരു 5 മിനിറ്റ് നേരം പോയി ഇരിക്കും കേട്ടോ, ഉറക്കക്ഷീണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട്. അതിനൊന്നും ഞാൻ നേരം എടുത്തില്ല. അപ്പോൾ ഇത് ഞാൻ കാണിച്ചു തരുന്നത് എന്താ വെച്ചെങ്കിൽ ഗ്ലൗസ് ഇന്നലെ മേടിച്ചില്ലേ, ആ ഗ്ലൗസ് ആട്ടോ. നല്ല സുഖമുണ്ട്. പാത്രം കഴുകാനൊക്കെ ഞാൻ വൈകുന്നേരം ആകുമ്പോഴൊക്കെ പാത്രം അത് ഇട്ടിട്ടാട്ടോ കഴുകിയത്. ഒരു കുഴപ്പമില്ല, കൈൻ്റെ ഉള്ളിൽ നനയണ തന്നെ ഇല്ല കേട്ടോ. അപ്പോൾ ഞാനതിൽ വീഡിയോ എടുത്തിട്ടുണ്ട് പാത്രം കഴുകണത് ഇട്ടിട്ട്. അപ്പോൾ കണ്ടില്ലേ, നേരം ആവണുള്ളൂ. ഇപ്പോൾ 6 മണി 5:45 കഴിയുമ്പോഴത്തേനും നേരം വെളുക്കണ്ടില്ലേ. അപ്പോൾ അത് വൃത്തിയാക്കാനുള്ള പരിപാടി കേട്ടോ. എന്തായാലും ചായയുടെ വെള്ളം ഇങ്ങനെ തിളച്ച് വരുമ്പോഴത്തേനും അതങ്ങോട്ട് വൃത്തിയാക്കാൻ വിചാരിച്ചു. ദേഷ്യം വന്നോട്ടേക്ക് എന്ത് മണ്ടത്തര കാട്ടി. ഞാൻ ഇങ്ങനെ വിചാരിച്ചില്ലെന്ന് അറിയുന്നു. ഇങ്ങനെ പോവാറില്ല കേട്ടോ. ഞാൻ ഇതിലൊക്കെ ഞാൻ മാവൊക്കെ അരച്ച് വയ്ക്കാറുണ്ട്, പക്ഷേ ഇങ്ങനെയൊന്നും പൊന്തി വരാറില്ല. ഇതെന്ത് വല്ലാത്തൊരു പൊന്തലായിപ്പോയി. വേണ്ടിയിരുന്നില്ല, വലിയ പാത്രത്തിൽ തന്നെ ആക്കി വെച്ചാൽ മതിയായിരുന്നു എന്ന് തോന്നിയിട്ടാണ്. അപ്പോൾ ഞാൻ എന്തായാലും വൃത്തിയാക്കാൻ ഞാൻ എടുക്കെത്തിയാട്ടാ. ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ തുടച്ച് വൃത്തിയാക്കി ഇങ്ങോട്ട് എടുക്കും. അതിൻ്റെ ഇടയിൽ ഞാൻ വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ചായലൊക്കെ ഇട്ട് പഞ്ചസാരൊക്കെ ഞാൻ മുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ റെഡിയാക്കുകയാണ്. അങ്ങനെ ഒരു വിധം തുടച്ചിങ്ങോട്ട് എടുത്തു. പിന്നെ എന്താ, വെള്ളമില്ലാത്ത കൊടുത്ത് ഇതിപ്പോൾ കുറച്ച് വെള്ളം മെനക്കെട്ട് പണി തന്നെ, കുറച്ച് വെള്ളം ചിലവായിട്ടാണ്. പക്ഷെ ഇന്ന് വെള്ളം വരുന്ന ദിവസമാണ്. 7 മണിയാകുമ്പോൾ വെള്ളം വരും. ഒന്നരാടല്ലേ വെള്ളം വരാറ്. ഇവിടെ പൈപ്പ് കണക്ഷൻ, ഡാമിലത്തെ പൈപ്പ് കണക്ഷൻ ഉണ്ട്. ഇപ്പോൾ ഡാമിലും വെള്ളമൊക്കെ കഴിഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഈ നിലയ്ക്ക് പോയി കഴിഞ്ഞാൽ മഴയില്ല, ഒന്നുമില്ല, എന്താവോ അറിയില്ല. ഞാൻ ഒരു സിക്കാട് ചോദിച്ചു, ഇങ്ങനെ മഴ ഒന്നും പെയ്തില്ലെങ്കിൽ എന്താ ചെയ്യുക, കുടിക്കാനൊന്നും വെള്ളം ഉണ്ടാവില്ലല്ലോ, നമ്മളൊക്കെ മരിച്ചു പോകുമെന്നൊക്കെ ഞാൻ ഇക്കാട് ചോദിച്ചു കേട്ടോ. അപ്പോൾ എന്താ പറയുക പറഞ്ഞ അതിൻ്റെ ഉത്തരം, ഒന്നുമില്ല, കിട്ടുന്ന വെള്ളമൊക്കെ ശേഖരിച്ച് വെക്കുക, കുളിക്കണ്ട അത്ര, കുളിക്കാണ്ട് കിട്ടുന്ന വെള്ളമൊക്കെ ശേഖരിച്ച് എടുത്ത് വെക്കുക, എന്നിട്ട് കുടിക്കാമെന്ന്. അല്ലാണ്ട് എന്ത് ചെയ്യുക. ഇന്നിപ്പോൾ രാവിലെ നല്ലൊരു ഇടിയും പിന്നെ നല്ലൊരു തണുത്ത കാറ്റൊക്കെ വീശിയായിരുന്നു. അപ്പോൾ ഞാൻ വെച്ചാൽ മഴ പെയ്യുന്നു. ആ മഴ എവിടേക്കാണ് പോയാണാവോ. മഴ ഇടിയൊക്കെ വേറെ എവിടേക്കൊക്കെ പോയി പെയ്തു. ഈ രാജ്യത്ത് മഴയെ പെയ്യണില്ല. തൃശ്ശൂർ ജില്ലയിൽ മഴയില്ല. അങ്ങനെ തുടക്കൽ വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ, കണ്ടില്ലേ. അപ്പോൾ മാവ് ഞാൻ വേറെ വലിയ പാത്രത്തേക്ക് ഒഴിച്ച് മാറ്റി അതവിടെ വെച്ചു കേട്ടോ. അപ്പോൾ എനിക്ക് ചായ കുടിച്ചിട്ടാണ് പോണത്, ചായ കുടിക്കാണ്ട് കടി കഴിക്കാണ്ട് പോകണമെന്നൊന്നും അറിയില്ല. അപ്പോൾ ബാത്റൂമിലൊക്കെ പോയി ഞാൻ വന്നിട്ട് ചോദിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇനി കഴിച്ചിട്ട് പോകണമെന്ന് വേഗം ചുട്ട് കൊടുക്കുക വെച്ചിട്ട് അവിടെ വെച്ചേക്കാം. അപ്പോൾ എൻ്റെ പല്ലേക്കലൊക്കെ കഴിഞ്ഞ് രാവിലെ ഞാൻ പാൽപ്പൊടി ഇട്ട് പല്ലേക്ക് ഇട്ടു. എല്ലാവരും പാൽപ്പൊടി ഇട്ട് പല്ല് വെച്ചോ, എന്താ വെച്ചാൽ പല്ല് പുളിപ്പൊന്നും ഇല്ല കേട്ടോ. ആദ്യം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനത്തെ സംഭവമൊന്നുമില്ല. പാൽപ്പൊടിയൊക്കെ ഇട്ട് പല്ലേക്കുമ്പോൾ പിന്നെ പല്ല് ഉന്തി പുറത്ത് വരിക അങ്ങനെയുള്ള ഇതൊന്നുമില്ല കേട്ടോ. പിന്നെ ഞാൻ വായിൽ വെള്ളം കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ചായിട്ട് പല്ലേച്ച് മുറിയായി കഴിഞ്ഞാൽ വായിലിങ്ങനെ വെള്ളം കൊടുക്കും, അത് നല്ലതാട്ടോ. അങ്ങനെ പല്ലേക്കലും മുറിയലൊക്കെ കഴിഞ്ഞ് വന്നിരുന്ന് കുറച്ച് വെള്ളം കുടിക്കുക. അതെൻ്റെ ചെറുപ്പത്തിലേ ഉള്ള സ്വഭാവം കേട്ടോ. പല്ലേച്ച് മുറി കഴിഞ്ഞാൽ അങ്ങനെ റോട്ടിൽ കൂടെ നാരങ്ങ മേടിക്കുക, കുമ്പളങ്ങ മേടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ച് പറഞ്ഞ് പോകുന്ന സൗണ്ട് നിങ്ങൾക്ക് ഇതിൽ കേൾക്കാം. അപ്പോൾ ഇതിനെ വണ്ടിയിൽ ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ വിളിച്ച് പറഞ്ഞിട്ട് മീനായാലത് പച്ചക്കറി ആയാലത് ഇങ്ങനെ വിളിച്ച് പറഞ്ഞ് പോട്ടാം. ഞാൻ മേടിക്കാറൊന്നുമില്ല. ആവശ്യമുള്ളതൊക്കെ കച്ചവടം കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ മേടിച്ചിട്ട് വരാറാ ചെയ്യുക. അപ്പോൾ പല്ലേക്കലും മുറയിലും വെള്ളം കുടിക്കലൊക്കെ കഴിഞ്ഞ് അത് അവിടെ നിന്ന് പല്ലേക്കുണ്ട്. അപ്പോൾ പറഞ്ഞു ചായ കുടിച്ചിട്ട് പോവാം. അപ്പോൾ ഞാൻ വേഗം ദോശയൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഒരു ഗ്ലാസ് ചായ കുടിക്കണം. അപ്പോൾ ലേശം ചായയൊക്കെ എടുത്ത് കൊടുത്തു. അപ്പോൾ പറയാം പുറത്ത് പോയിട്ട് ഞാൻ ചായ കുടിക്കട്ടെ, നല്ല തണുത്ത കാറ്റൊക്കെ വീശുന്നുണ്ട്, ഇടിയും വെട്ടുണ്ട്. അപ്പോൾ അവിടെ പുറത്തേക്ക് പോയി. അപ്പോൾ ഞാനും ഒരു 1/2 ഗ്ലാസ് ചായയൊക്കെ എടുത്തിട്ട് ഞാനും ബാക്കിൽ വന്നിരുന്നു. ഒക്കെ സിറ്റ് ഔട്ടിൽ പോയിരുന്നു കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. മഴ പെയ്യുമെന്ന് വിചാരിച്ചു.
പെയ്തില്ല കേട്ടോ ഗൈസ്. അപ്പോൾ അങ്ങനെ ഇരുന്ന് ചായ കുടിക്കുകയാണ്. അപ്പോൾ ചായ ഇങ്ങനെ കുടിക്കുമ്പോൾ വിചാരിക്കുക ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല, കാക്ക എന്തായാലും ദോശ കഴിച്ചിട്ടൊക്കെ പോവുള്ളൂ, അല്ലെങ്കിൽ കഴിച്ചിട്ട് മഴ പെയ്യുന്നുള്ള ധാരണയിലൊക്കെ പറഞ്ഞിട്ട് നേരം വൈകിട്ട് പോവുള്ളൂ എന്ന്. അപ്പോൾ ഞാൻ ഇവിടുന്ന് വേഗമൊക്കെ നീച്ച് ദോശ ചൂടാൻ നോക്കിയിട്ട് ഇനിയിപ്പോൾ ഉണ്ണിമോൾക്ക് മദ്രസയ്ക്ക് പോകണം, അവളെ വിളിക്കണം. അപ്പോൾ ഞാൻ ഇടി വെട്ടണതായിട്ട് അങ്ങനെ നോക്കണം മുകളിലേക്ക്. നല്ല ഇടി വെട്ടിയിരുന്നു. അപ്പോൾ അങ്ങനെ ഇരുന്ന് ചായ കുടിക്കാൻ നല്ല സുഖാട്ടാ. അവിടെ നീക്കാനൊന്നും തോന്നുന്നില്ല, എന്താ ചെയ്യുക, ഇരിക്കാൻ പറ്റില്ലല്ലോ. വേഗം അവിടെ നിന്ന് നീച്ച് ദോശ ഉണ്ടാക്കാനുള്ള പരിപാടി നോക്കുകയാണ്. ഇത്തിരി ഉപ്പൊക്കെ ഇട്ട് ഞാൻ മാവ് അരച്ച് വെച്ച് കഴിഞ്ഞാൽ ഉപ്പൊന്നും ഇടില്ല, ഞാൻ ചൂടാൻ നേരത്താട്ടാ ഉപ്പിടുള്ളൂ. ചിലരൊക്കെ മുന്നേ ആക്കി വെച്ച് ഇളക്കിയൊക്കെ വെച്ച് മൂടി വയ്ക്കുമല്ലോ, പക്ഷെ ഞാൻ ചൂടണ നേരത്താട്ടാ ഉപ്പിടുക. അപ്പോൾ ഇനി നമുക്ക് ദോശ ചൂടാം. അത് കഴിഞ്ഞ് ഉണ്ണിമോളെ പോയി വിളിക്കണം. ഭയങ്കര മടിയായിട്ട് ഉറങ്ങി നീക്കാൻ. ഇന്നലെ വൈകുന്നേരം കുറേ കഴിഞ്ഞിട്ട് ഉറങ്ങിയേക്കണം. ഭയങ്കര കളിയാണ്, അപ്പച്ചിയുടെ കൂടെ ഭയങ്കര കളി, കുസൃതി ചോദിക്കൽ, പിന്നെ ഓരോ കളി, ഫോണിൽ ഓരോ സംഭവങ്ങൾ ചെയ്യുക. പിന്നെ ഷീറ്റ് കളിക്കും, ഇവിടെ ഒരു ഷീറ്റ് ഉണ്ട്, അത് ഇപ്പോഴും ഉണ്ട് കേട്ടോ അവിടെ. ചിലപ്പോൾ അതിരുന്ന് കളിക്കും. അങ്ങനെ ഓരോ കളിയൊക്കെ ആയിട്ട് രാത്രി കുറേ കഴിഞ്ഞിട്ട് അവർ കിടന്ന് ഉറങ്ങുക. പിന്നെ നേരം വെളുത്ത 6 മണിക്ക് മദ്രസ പോകണം എന്നുള്ള ചിന്തയില്ലേ, ഞാൻ ചീത്ത പറഞ്ഞിട്ട് അവളെ ഉറക്കുക. 6 മണിയാകുമ്പോൾ നീച്ച് പോകേണ്ട പെണ്ണ, നീ കളിച്ചിട്ടിരുന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കൃത്യം ഉറക്കൂട്ടാ. അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞാലേ അവർ ഉറങ്ങുള്ളൂ. ചെറുത് പിന്നെ വേഗം ഉറങ്ങൂട്ടാ, അവൾക്ക് പിന്നെ അങ്ങനെ ഒന്നുമില്ല. കണ്ടില്ലേ കിടന്ന് ഉറങ്ങണം, എന്തൊരു സ്നേഹ. അനിയൻ കണ്ടില്ലേ കെട്ടി പിടിച്ചിട്ടാ കിടക്കണം. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടി പിടിച്ചിട്ടൊക്കെ കിടക്കുക. 2 വിളി വിളിച്ചാൽ മതിട്ടോ, വേഗം നീക്കും. അപ്പോൾ അവർ രണ്ടാളും അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അങ്ങനെ അവളിതാ പല്ലേക്കാൻ ബ്രഷൊക്കെ എടുത്ത് പോയിട്ടുണ്ട്. ഒരു ദോശ ചൂടലൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതാ അവൾ സൈക്കിളിലാട്ടാ പോണത്. ഇക്ക അതുവരെ ഇങ്ങനെ നടന്ന് അവൾ പിന്നാലെ പോവും. സൈക്കിളിൽ പോവച്ചെങ്കിൽ വേഗം തിരിച്ച് വരാമല്ലോ, അതാട്ടാ അപ്പോൾ അവൾ സൈക്കിളിൽ പോണത്. ഇവളൊക്കെ വേഗം വിളിച്ച് കഴിഞ്ഞാൽ വേഗം നീക്കൂട്ടാ. അവർ രണ്ടാളേനെയും ഒരു 10 വിളി വിളിച്ചാലും നീക്കില്ല. അങ്ങനെ പിന്നെ നല്ല അടി വെച്ച് കൊടുക്കണം, എന്നാലും അവൾ നീക്കുള്ളൂ കേട്ടോ. രണ്ടാളും അതെ. ചില സമയത്ത് കുഞ്ഞോള് വേഗം നീച്ചിട്ട് വരുന്നതാണ്. അങ്ങനെ ദോശക്കായി ഇക്ക ദോശ കഴിക്കുന്നുണ്ട്. ഇക്ക പറയാം മാവിൽ ഇത്തിരി പുളി കൂടി പോയിന്ന്, പക്ഷേ കുഴപ്പമില്ല കേട്ടോ, ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ. അത്ര വലിയ പുളിയൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ഇക്ക 3 ദോശയൊക്കെ കഴിച്ചു. ഇക്ക കച്ചവടത്തിന് പോവാണ് കേട്ടോ. അതുകൊണ്ട് കഴിഞ്ഞപ്പോൾ ഞാൻ 100 ഉറുപ്പ്യ തരുമോ മീൻ മേടിക്കാനാണ് പറഞ്ഞു. അപ്പോൾ ഇക്ക പറയുക അൻ്റെയൊക്കെ നിന്ന് എടുത്തിട്ട് മേടിച്ചു, ഞാൻ തരാൻ പറഞ്ഞു. ഇന്നലെ ഞാൻ മീൻ മേടിക്കുമ്പോൾ എൻ്റെയൊക്കെ നിന്ന് എടുത്തോട്ട് മേടിച്ചത്. എൻ്റെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പണിക്കൊന്നും പോകണില്ല, ഇക്ക തരുന്ന ഇങ്ങനെ 100 ഉറുപ്പ്യ അങ്ങനെ 50 ഉറുപ്പ്യൊക്കെ ഇങ്ങനെ എടുത്തേക്കാൻ തരും കേട്ടോ. ഞാൻ കാണിച്ചു തരാം, ഞാൻ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് എടുത്ത് മേടിച്ചോളാൻ പറയുകയാണേ. അതൊന്ന് എടുത്ത് മേടിച്ച് കഴിഞ്ഞാൽ അതിലെടുത്തേക്കാൻ തരില്ല, കണ്ടില്ലേ ഡാറ്റ പൈസ. അപ്പോൾ ഞാൻ മരിക്ക് തന്നോ, എനിക്ക് ഇന്നലെ എനിക്ക് തന്നില്ല. അപ്പോൾ വേഗം ഒന്ന് എടുത്ത് വെച്ചോ വേണ്ട. പിന്നെ ഞാനത്തെ 100 ഉറുപ്പ്യ തന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ 100 ഉറുപ്പ്യ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഞാൻ ചോദിച്ച് മേടിച്ചേക്കും, കണ്ടില്ലേ. അങ്ങനെ ചോദിച്ച് മേടിച്ച് വെച്ചിട്ട് ഇങ്ങനെ ഇത്ര ആയിട്ടോ, എത്രയെന്ന് അറിയില്ല, എണ്ണ നോക്കിയിട്ടൊന്നുമില്ല. അങ്ങനെ എടുത്ത് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ ഒക്കെ പറഞ്ഞു എൻ്റെ അടുത്ത് ചോദിച്ചോ 20 ഉറുപ്പ്യ 50 ഉറുപ്പ്യ ഇങ്ങനെ ചോദിച്ചാൽ ഞാൻ തരാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ചോദിച്ചിട്ട് മേടിച്ചേക്കണ്ട കേട്ടോ. അപ്പോൾ അതാ തിരുമ്പാൻ കുറേ ഉണ്ട്, ഒരു ബക്കറ്റ് നിറയെ ഉണ്ട് കേട്ടോ. 2 ദിവസത്തെ 1.5 തിരുമ്പുക. അപ്പോൾ തോനെ തിരുമ്പാണ്ട്. അപ്പോൾ അതാ നേരൊക്കെ വെളുത്തു, മഴക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പാത്രം കഴുകാൻ പോകട്ടോ. പാത്രം കഴുകാൻ ഗ്ലൗസ് ഇടയ്ക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. ഇത് ഇട്ടിട്ട് പാത്രം കഴുകാൻ നല്ല രസമുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷേ ഇത് ഇടണം നേരമുണ്ടല്ലോ, കുറച്ച് പാത്രം കഴുകൽ കഴിയൂട്ടാ. എന്താ വെച്ചെങ്കിൽ ഒരു ഇതിൻ്റെ ഉള്ളിൽ തന്നെ 2 വിരൽ കയറി പോവുക, അതാണ് എനിക്കും ഭ്രാന്ത് വരുന്നത്. അപ്പം ഞാൻ ഇതിട്ടിട്ട് ശീലമാവണം. അപ്പം ഞാനിത് ഇടുമ്പോൾ വിചാരിച്ചേ ഡോക്ടർമാരൊക്കെ സമ്മതിക്കണം. ഞാനൊക്കെ ഗർഭിണിയായി പോകുമ്പോൾ ഡോക്ടർമാർ ഗ്ലൗസൊക്കെ ഇടുമല്ലോ, എത്ര പെട്ടെന്നാണെന്നറിയോ ഡോക്ടർമാർ ഗ്ലൗസ് ഇടുന്നത്. ഞാനൊക്കെ എത്ര നേരം ഇതിപ്പോൾ സ്പീഡായ കാരണം കേട്ടാ, ഇതൊന്നല്ല എത്ര നേരമെന്നറിയോ ഞാൻ എടുക്കണത് മറ്റേ ഗ്ലൗസ് ഇടാൻ. ഇനിയിപ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ കഴുകുമ്പോൾ ഇങ്ങനെ ഇടല്ലേ, അപ്പോൾ അങ്ങനെ ശരിയായിക്കോളൂ. അപ്പോൾ അങ്ങനെ പാത്രം കഴുകാൻ നല്ല സിമ്പിളാട്ടോ. പിന്നെന്താ ഇങ്ങനെ കയ്യിന് സോപ്പ് അലർജി, സോപ്പും പൊടി അലർജി അങ്ങനെയുള്ളവർക്കൊക്കെ ഇങ്ങനെ ഒരു ഗ്ലൗസ് മേടിച്ചിട്ട് കഴിഞ്ഞാൽ നല്ലതാണ്. കയ്യിലേക്ക് ഒരു ഇതുപോലും ആവില്ല, വെള്ളം പോലും നനയണില്ല കേട്ടോ. സിമ്പിളായിട്ട് പാത്രം കഴുകിയെടുക്കുക. അപ്പോൾ മേടിച്ച് കഴുകിക്കോളി. വല്ല കയ്യിന് മറ്റേ സോപ്പിന് അലർജി ഉള്ളവർ. അങ്ങനെ പാത്രം കഴുകൽ ഏതാണ്ട് കഴിയാറായിട്ടാണ്. പക്ഷെ ഞാൻ വോയിസ് കൊടുക്കുന്ന സമയത്ത് അവർ ട്യൂഷൻ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഭയങ്കര ബഹളവും കരച്ചിലാട്ടാ. ഇടയ്ക്ക് ഞാൻ അത് ഓഫ് ചെയ്തിട്ട് ഞാൻ അവരുടെ അടുത്തേക്ക് ഓടുകയാണ്. ഇപ്പോൾ അത് അവർ കരച്ചിൽ കഴിഞ്ഞിട്ട് ഇരിക്കുന്നുണ്ട്, എന്താ ബുക്ക് വലിച്ചെറിഞ്ഞു എന്തൊക്കെയാണ് പറഞ്ഞ് കരയുന്നുണ്ട്.
അതാണ് ഇടയ്ക്ക് ഇത് കട്ടായി പോലെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പാത്രം കഴുകാൻ സിമ്പിളാണ്. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാവില്ല സോപ്പിന് അലർജി. ഉള്ളവർ മേടിച്ചിട്ടാൽ നന്നായിരിക്കും. അപ്പോൾ ഉമ്മ പറഞ്ഞിരുന്നത് എവിടുന്ന് മേടിക്കാമെന്നൊക്കെ ചോദിച്ചിരുന്നു എൻ്റെ ഉമ്മ. ഇത് ഇന്നലത്തെ വീഡിയോ കണ്ടിട്ട്. അപ്പോൾ ഞാൻ ഉമ്മക്ക് കൊണ്ടുത്തര കൈയൊക്കെ ഒരു ഭയങ്കര ഇത് കണ്ടില്ലേ, കയ്യിൽ വെള്ളം തന്നെ ആയിട്ടില്ല. അതാണ് ഞാൻ ഈ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഉമ്മാക്ക് എന്തായാലും വാങ്ങണം പറഞ്ഞു. അപ്പോൾ എൻ്റെ കുളിയും കാര്യങ്ങളും കഴിഞ്ഞു, വെള്ളം വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം പോയി കുളിച്ചു. രാവിലെ ഒരു 7:30 ആയിട്ടാണ്. ഇവർക്ക് മദ്രസ 8:30 പോകണം. ഇനി ഇവരെ കുളിപ്പിക്കണം. അപ്പോൾ അതാ തിരുമ്പാണ് കണ്ടില്ലേ. വേഗം വരെ കുളിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ തിരുമ്പാലോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെയാണ് കേട്ടോ. മുറ്റടിയും കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവരെ വേഗം കുളിപ്പിക്കുക, ഉള്ള ഡ്രസ്സൊക്കെ തിരുമ്പിയിടുക, പാത്രങ്ങളിലൊക്കെ ഒന്ന് വെള്ളം പിടിച്ചിരിക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. കണ്ടില്ലേ വെള്ളം വന്നിട്ട് പൈപ്പ് കൂടെ വെള്ളം കുറച്ച് ലീക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം. ടാറ്റാ.